എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. മരിച്ച ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞതിൽ ഇപ്പൊ എല്ലാരും എന്നെ ചൂഷണം ചെയ്യുന്നത് അതന്നെ. നീ ഇപ്പൊ അനുഭവിച്ചത് നീ അത്രയും മരിച്ച പെൺകുട്ടീനെ പറഞ്ഞില്ലേ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ ശരിയാണ്. അതിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം മേനോടെ സൈഡ് മാത്രം കേട്ടിട്ട് അവളെ കുറ്റം പറഞ്ഞ ഒരാളാണ് ഞാൻ. അതാണ് എനിക്ക് ഏറ്റവും സങ്കടമുള്ളതെന്ന് വെച്ചെങ്കിൽ അതിനിപ്പോ കുറ്റബോധം തോന്നുന്നുണ്ട് നല്ല രീതിക്ക്. ഞാൻ ഇനിയിപ്പോ ആ ഒരു പറഞ്ഞേ കൊണ്ടാണ് ഞാൻ ഇത് അനുഭവിച്ചത് അതൊന്നും എനിക്കറിയില്ല. എന്റെ ഉമ്മിച്ച് വരെ പറയും ഞാൻ പെൺകുട്ടീനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ അത്രക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവളെ. അത്രയും ഉപദ്രവകാരിയാണോ ഈ മെഹനു എന്ന് പറഞ്ഞ ആള്? സൈക്കോ ആണ് സത്യം പറഞ്ഞെങ്കിൽ. മെഹനു ഇപ്പൊ ചിരിച്ച ആള് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ കരയും, ഇപ്പൊ കരഞ്ഞ ആള് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ ദേഷ്യപ്പെടും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ആർക്കും മനസ്സിലാത്ത ക്യാരക്ടർ. 2 വർഷം ജീവിച്ചിട്ടുള്ള എനിക്ക് സത്യം പറഞ്ഞ ക്യാരക്ടർ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തും പറഞ്ഞിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ പിരിഞ്ഞത്? ഇപ്പോഴും പിരിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ ഒരു മെസ്സേജ് ഉണ്ട് ലാസ്റ്റ് കരഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട്, എനിക്ക് നിന്നെ കുട്ടി ഇല്ലാണ്ട് പറ്റുന്നില്ല. അതിന് മുന്നത്തെ വോയിസ് നീ നോക്കിക്കോടി, നിനക്ക് ഞാൻ കാണിച്ചാൽ നിന്റെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് നിന്നെ നാറ്റിക്കും എന്ന് പറഞ്ഞ വോയിസ്. ഇനി ഞാൻ നിന്നെങ്കിൽ എന്താ എനിക്ക് സംഭവിക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇനിയും തുടരുകയാണെങ്കിൽ എന്തായിരിക്കും? എനിക്ക് നല്ല ഭയം ഉണ്ട്.